ഗുഡ് മോർണിംഗ് ഓൾ. പീഡസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SSLC മോഡൽ എക്സാമിനേഷൻ മാർച്ച് 2021 ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻ തന്നെ ബീർബഹൂട്ടിയുടെയാണ്. നമുക്ക് ഇപ്പോൾ ഇത്രയും ദിവസത്തെ നമ്മൾ ആ PYQ നോക്കിയിട്ട് നിങ്ങൾക്കറിയാം ബീർബഹൂട്ടി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണെന്ന്. സോ അത് എന്താണേലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ബീർബഹൂട്ടിന്നായിരിക്കും മിക്കവാറും ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വരാനുള്ള ഒരു പ്രോബബിലിറ്റി കുറച്ചധികം കൂടുതലാണ്. സോ ഇവിടെ ബീർബഹൂട്ടിയുടെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ആ ഗ്രാമർ ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്ത് പോവാം. ഉന്മയം എന്നുള്ള ഇതിൻ്റെ സർവ്വനാമം എന്തായിരിക്കും? വേ ആണ് കേട്ടോ. സോ അടുത്തത് നമുക്കിത് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അതപ്പം മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇതിനകത്ത് ഗേത്തോം കി ഊപ്പർ എന്തായിരിക്കും? ഗേത്തോം കി ഊപ്പർ ബാദൽ ഛായ ഹുയേതേ. അടുത്തത് ഗിലി ഹവായോ എന്തായിരിക്കും വരിക? चल रही थी. पेड़ों के तने पानी से घिले थे. मूंगफलियों के फूल का रंग पीली होता है. सारा आसमान बदलों से भरा हुआ था. ഇങ്ങനെ മാച്ച് ചെയ്യാനായിട്ട് പഠിക്കുക. അടുത്തത് ഹദേശ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഹദേശ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ 3 കറക്റ്റായിട്ടുള്ള പ്രസ്താവന ചൂസ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. वाक्य पिरामिड तന്നിട്ടുണ്ട്. हमने देखा, हमने एक व्यक्ति को देखा, हमने सड़क पर हमने एक व्यक्ति को देखा, हम सड़क पर हमने एक വ്യക്തി എന്ത് വ്യക്തിയാണ്? ഗായൽ വ്യക്തിക്കോ ദേഖ. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കവിതാക്ക് ആധാർ പർ ടിപ്പണി ലിഖോ എന്നുണ്ട്. അതായത് ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിനകത്ത് ആസ്വാദനക്കുറിപ്പല്ല, ഇതിനകത്ത് നമ്മൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അസഹായ മനുഷ്യക്ക് സഹായത കർണ ചാഹിയെ. ആ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് വേണം ആ ഒരു ടിപ്പണി റെഡിയാക്കാൻ ശ്രമിക്കുക. ഇനി ടൂട്ടി പഹഡിയ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനകത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ലേക്കിൻ മുജെ ഫിക്രോ മത് കിസ്കോ. ആരെയാ ഇവിടെ പറയുന്നത്? ടൂട്ടി പഹഡിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി വിശേഷൺ ശബ്ദം ചോദിച്ചിട്ടുണ്ട്. ടൂട്ടി പഹഡിയ പൊട്ടിയ ചക്രം. ഇതിനകത്ത് വിശേഷൺ ശബ്ദം ഏതാ? പൊട്ടിയ, അതായത് ടൂട്ട. അടുത്തത് കവിതേൻ്റെ ആശയം പങ്ക്തി, ഈ ഒരു വരികളുടെ ആശയം എഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ആയാം കലാം എന്നതിനകത്ത് സഹി വാക്യ ചുൻകർ ലിഖോ, അതായത് കറക്റ്റായിട്ടുള്ളത് എടുത്തെഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്ചീത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി സബ്സെ ഡയറിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോട്ടുവിൻ്റെ. സബ്സെ ബഡാ ഷോമാൻ എന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ കറക്റ്റ്? ചാർലി ഗീത് ഗാനെ. നിങ്ങൾക്കത് ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ടിപ്പ് പറയാം. ലഗ, ലഗെ, ലഗി, ഇതിനകത്തൊക്കെ തൊട്ട് മുമ്പായിട്ട് നെ എന്ന ഒരു വേർഡ് വരും. അപ്പം ചാർലി ഗീത് ഗാനെ ലഗ എന്ന വരിക. പിന്നെ ലഘി എന്ന് വരെ ശ്രീലങ്ക ആയിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഗ്രാമർ പോർഷൻ ചെറുതായിട്ടൊന്ന് നോക്കിപ്പോകാനായിട്ട് ശ്രദ്ധിക്കുക. പട്കഥ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റും ചോദിച്ചിട്ടുണ്ട്. ഇനി ഠാക്കൂർ കാ കുവയിലേക്ക് വരുമ്പോഴേക്കും പോസ് ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ഇനി ബസന്ത് മേര ഗാവുക എന്നതിനകത്ത് ഫൂൽദേവി കിസ്ക ത്യോഹാർ ഹേ ചോദിച്ചിട്ടുണ്ട്. ബച്ചോങ്ക എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് റപ്പഡ് തയ്യാറാക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദിശാഹീൻ ദിശ എന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. പത്ര ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റ് സെക്ഷനിൽ. ഇനി ഇതിനകത്ത് ഏതെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഒരു ക്വസ്റ്റ്യനാണ് ഡൗട്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും ഇതിന് ഫുൾ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.